വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റൂട്ടിൽ സർവീസ് നടത്തിവരുന്ന സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി സർവീസ് നടത്തുന്ന 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ്. സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി അധികൃതർ പറഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടുന്ന തേങ്ങാക്കല്ലിലേക്ക് സർവീസ് നടത്തുന്ന മുബാറക് ബസ്സാണ് സർവീസ് അവസാനിപ്പിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ്. ഒപ്പം സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റം ബസ് സർവീസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മുബാറക് മാനേജ്മെന്റ് വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റൂട്ടിൽ 2 ബസ് സർവീസാണ് നിലവിൽ ഉള്ളത്. തേങ്ങാക്കൽ വണ്ടിപ്പെരിയാർ റൂട്ടിൽ വശമല ജംഗ്ഷൻ മുതൽ തേങ്ങാക്കൽ വരെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം 2 വാഹനവും ഇന്നത്തോടുകൂടി നിർത്തുവാനാണ് മുബാറക് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിന് അധികാരപ്പെട്ട അധികാരികൾ ഇടുക്കി RTO, PMA MPമാർ, PWDയിൽ, പഞ്ചായത്തിൽ, പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ കൊടുത്ത് വാഹനം നിർത്തുവാണെന്നുള്ള ഡീറ്റെയിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ ആ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നൽകണമെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു വാഹനങ്ങൾ പോകുന്ന രീതിയിൽ മക്കയിൽ വെച്ച് റെഡിയാക്കി തരുവാണെങ്കിൽ ഞങ്ങളവിടെ സർവീസ് പുനരാരംഭിക്കുന്നതാണ്. എല്ലാ ദിവസവും വാഹനത്തിൻ്റെ ടയർ പൊട്ടുക, പ്ലേറ്റ് ഒടിയുക, ഈ വാഹനം ഇതിലേക്കൂടെ ഓടിയിട്ട് വലിയ മെച്ചം ഉണ്ടാഞ്ഞിട്ട് പോലുമല്ല ഈ സർവീസുകൾ കണ്ടിന്യൂ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള കുറേ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് മാനേജ്മെൻറ്റ് ഈ വാഹനം നിർത്താതെ ഇതുവരെ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്ന വീണ്ടും റോഡ് മൊത്തം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പോകുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ടോട്ടലായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മക്ക ബേസ് അതുപോലെ എന്തെങ്കിലും ഇട്ട് ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വാഹന സർവീസ് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ സമാന്തര സർവീസുകളും ഈ വാഹനത്തിന് വലിയൊരു ഭീഷണിയാണ്. സർവീസ് നിർത്തുന്നതോടെ നിരവധി വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലാകും. വണ്ടി ഓടാൻ പറ്റുകയില്ല, അതുപോലെയാണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി നിർത്താൻ പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ റോഡ് പണി എത്രയും പെട്ടെന്ന് റോഡ് പണിയണം. വണ്ടി നിർത്തിയാൽ നമ്മൾ എന്നാ ചെയ്യാം? അങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. പെരിയാറ്റിലൊന്നും വരാനോ സാധനം മേടിക്കാനോ ഒന്നും പറ്റുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു വേണം വരാൻ. 10-12 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. ഞങ്ങൾ ഈ വണ്ടിപ്പെരിയാറ്റ് വരണമെങ്കിൽ 12 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് അത്രയും ദൂരം ഞങ്ങൾ നടന്നു വേണം വരാൻ. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഇന്നും പണിക്ക് പോയിട്ട് വന്നിരിക്കുക. നാളെ തൊട്ട് പണിയില്ലെങ്കിൽ എന്നാ ചെയ്യുന്നത്? വണ്ടിയും ബസ്സും ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ 7 മണിക്ക് വണ്ടിക്കൊക്കെ വരുന്ന എന്നാ ചെയ്യുന്നത്? അപ്പോൾ കഞ്ഞികൂടി തൊട്ട് ഒന്ന് നടക്കുന്നത്, റോഡ് വരയ്ക്കും മോശമായിട്ട് നടക്കുന്നത്. അപ്പോൾ 30 രൂപ ആയിക്കോണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പണിക്ക് പോയിട്ട് വരാം, ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി സർവീസ് നടത്തിയിരുന്ന KSRTC 1 വർഷം മുമ്പ് തന്നെ സർവീസ് അവസാനിപ്പിച്ചിരുന്നു.